ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ ടണൽ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് ബോർഡും ഇവിടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കിപ്പോൾ ഉടനെ ലഭിച്ചിട്ടുള്ളത്. ഇതിലുള്ള ഒരു സന്തോഷം നമുക്ക് 3.5 കോടി രൂപയാണ് നമുക്ക് വേണ്ടത്. അതിൽ 1.5 കോടി ഇപ്പോൾ ആയിട്ടുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. ഏഴുകണ്ടിപ്പാലം റെയിൽവേ അണ്ടർപാസിന് റെയിൽവേയുടെ അനുമതിയായി. 3 മാസം കൊണ്ട് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുമെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായാണ് ചാത്തോലിക്കുണ്ട് ഏഴുകണ്ണിപ്പാലം റെയിൽവേ അണ്ടർപാസ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. പഞ്ചായത്ത് MLA MP ഫണ്ടിൽ നിന്നും അനുവദിച്ച 3,54 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. വാർഡ് മെമ്പർ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികൃതർ, MLA, MP, പ്രദേശവാസികൾ എന്നിവരുടെ കൂട്ടായ പ്രയത്നങ്ങളുടെ ഫലമായാണ് റെയിൽവേ അണ്ടർപാസിന് സദേൺ റെയിൽവേ ഒടുവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. 50 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടും ബാക്കിയുള്ള തുക MLA ഫണ്ടിൽ നിന്നും MP ഫണ്ടിൽ നിന്നും വകയിരുത്താനുമാണ് തീരുമാനം. മഞ്ഞളാംകുഴി അലി MLA, പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ചാത്തോലിക്കുണ്ട് 8ാം വാർഡ് മെമ്പർ PP ഷിഹാബ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. ചാത്തോലിക്കുണ്ട് നിവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നതെന്നും റെയിൽവേക്ക് ഫണ്ട് കൈമാറിയാൽ 3 മാസം കൊണ്ട് ടണലിന്റെ പ്രവൃത്തി പൂർത്തിയാകുമെന്നും MLA പറഞ്ഞു. പ്രദേശത്തെ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന് നാട്ടുകാരുടെ പിന്തുണ ആവശ്യമുണ്ടെന്നും MLA അറിയിച്ചു. ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ ടണൽ. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് ബോർഡും ഇവിടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്കിപ്പോൾ ഉടനെ ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ റെയിൽവേയിൽ നിന്നും അതിൻ്റെ ഒരു ഓർഡർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 3,54 ലക്ഷം രൂപയാണ് മറ്റുമാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ചിലവ്. അതിൽ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്, MLA ഫണ്ടുണ്ട്, MP മാരുടെ ഫണ്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണത് പിന്നെ നടത്തുന്നത്. പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അത് ഇവിടെ വീതിയില്ലാത്ത റോഡുകൾ ധാരാളമുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണ്. ഇവിടുത്തെ മെമ്പറേയും ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരും ഒക്കെ ഉണ്ട്, ഇവിടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരെ ഏൽപ്പിക്കുകയാണ്. അവരെല്ലാവരും കൂടി ഈ വീതി, റോഡിനുള്ള വീതി അവരുണ്ടാക്കി തരണം എന്നാണ് എനിക്ക് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കാറുണ്ട്. ഷിഹാബ് മെമ്പറുടെ പേര് ഞങ്ങൾ മാറ്റി ടണൽ ഷിഹാബ് എന്നാക്കിയിട്ടുണ്ട്. കാരണം ഇതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടി അല്ലാതെ ഓടി നടന്നിട്ടുണ്ട്. എന്നെ തന്നെ പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്, പല കത്തും വാങ്ങിയിട്ടുണ്ട്, പല പ്രാവശ്യം പാലക്കാട് പോയിട്ടുണ്ട്. അവസാനം പിന്നെ കൊടുത്തൊരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നമുക്ക് പൂർത്തീകരിച്ച് കിട്ടിയത്. ഏതായാലും നന്നായി. വളരെ ആത്മാർത്ഥമായിട്ടാണ് ഷിയാബും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും, എല്ലാ പാർട്ടിയുടെ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. റെയിൽവേ അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി വാർഡ് മെമ്പർ ഷിഹാബ് നടത്തിയ പരിശ്രമങ്ങൾ ഓരോ ജനപ്രതിനിധികൾക്കും മാതൃകയാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ അഭിപ്രായപ്പെട്ടു. ഈ പദ്ധതി ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാൻ ഇവിടുത്തെ ജനങ്ങള്, ഇവിടുത്തെ മെമ്പറുകൾ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ജനപ്രതിനിധികൾക്കൊരു മാതൃകയായിട്ടാണ് ഷിഹാബ് ആ വിഷയം കൊണ്ടു നടത്തിയിട്ടുള്ളത്. കാരണം അത് എല്ലാവർക്കും, ഞാനടക്കമുള്ളവർക്ക് മാതൃകയാണ്. പദ്ധതി ഇത്ര വേഗത്തിൽ നമ്മളിവിടെ ഈ പ്രദേശത്ത് വരുമ്പോൾ മെമ്പറെ സൂചിപ്പിച്ച് പറയുന്ന അല്ലെങ്കിൽ അവരെ പ്രദേശത്ത് വരുമ്പോൾ പറയുന്ന സ്ഥിതിയല്ല. ഞങ്ങളെല്ലാ മെമ്പർമാർക്കും അറിയാം, അദ്ദേഹം നീറ്റി നിൽക്കുമ്പോൾ ഞങ്ങൾ അണ്ടർപാസ് എന്നാണ് പറയല്. ഇതിലുള്ള ഒരു സന്തോഷം നമുക്ക് 3.5 കോടി രൂപയാണ് നമുക്ക് വേണ്ടത്. അതിൽ 1.5 കോടി ഇപ്പോൾ ആയിട്ടുണ്ട്. 2 കോടി നേടാനും ഞങ്ങൾ ഈ കാണുന്ന കൂട്ടായ്മയിൽ ഇപ്പോൾ വ്യത്യസ്ത ചിന്താഗതിയുള്ള മെമ്പർമാർ ഒക്കെ ഉണ്ട്. പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അതിന് വേണ്ട മാർഗ്ഗങ്ങൾ കണ്ടെത്തുമെന്നാണ് പറയാനുള്ളത്. CSR ഫണ്ടടക്കം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിയാബ് മെമ്പർ വാർഡിലാണ് ഇതെങ്കിലും ഷിയാബ് മെമ്പർ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരുടെയും പിന്തുണ, എല്ലാ മെമ്പർമാരുടെയും. അതേമാതിരി പാലക്കാട് പോയിട്ട് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ആക്കി തരാമെന്നുള്ളത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെ. ജനങ്ങളുടെ പിന്തുണയാണ് ഇതിനായി പരിശ്രമിക്കാൻ പ്രചോദനമായതെന്ന് PP ഷിഹാബ് വ്യക്തമാക്കി. കാരണം നമ്മുടെ നാട്ടിലായാലും പുറത്തായാലും ഒരുപാട് ജനങ്ങൾ ഈ ഒരു ഗതാഗത കുരുക്ക് മൂലം കുടുങ്ങി കിടക്കുകയാണ്. അതിൽ നിന്ന് നമ്മുടെ എല്ലാവരും കൂട്ടമായ പരിശ്രമത്തോടു കൂടി ഒരു മോചനം വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെ സന്തോഷത്തോടു കൂടി അതിലേറെ സന്തോഷം ഉണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വിഷയത്തിന് രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആരും ആയിക്കോട്ടെ, ഏതൊരു ടീമായിക്കോട്ടെ, ഇനി
ഏതൊരാളോട് ചോദിച്ചാലും നമുക്ക് ഈ ഒരു വിഷയത്തിന് വേണ്ടി ഏത് രീതിയിൽ സപ്പോർട്ടുകളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായിട്ട് ഒരുപാട് കാരണവന്മാരും ക്ലബ്ബ് ഭാരവാഹികളും റെസിഡൻസ് അസോസിയേഷൻ്റെ ഇടപെടലൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ഉള്ള ഒരു സംഭവമാണ്. നമുക്കൊരു പ്രചോദനമായിരുന്നു, ഇതിന് ഓടി നടക്കലൊരു പ്രചോദനം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം ഈ ഒരു അവസരത്തിൽ പറയുന്നത്. റെയിൽവേ അണ്ടർപാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ചാത്തോലിക്കുണ്ടുകാർക്ക് പെരിന്തൽമണ്ണ നഗരത്തിലെത്താൻ ഇനി കിലോമീറ്ററുകൾ താണ്ടേണ്ടതില്ല. പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നിന്ന് ചീരട്ടമണ്ണയിലൂടെ അങ്ങാടിപ്പുറത്തേക്ക് വേഗത്തിലെത്താം. ചെറുവാഹനങ്ങൾ റെയിൽവേ അണ്ടർപാസിലൂടെ കടത്തിവിട്ടാൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമാകും. ടണൽ യാഥാർത്ഥ്യമാകുന്നതോടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ചെറിയ വണ്ടികൾ ഇതിവിടെ പറഞ്ഞയച്ചിട്ട് ഈ അൽഷിഫ, മൗലാന അങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് വണ്ടികൾ എത്രയും പെട്ടെന്ന് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല റോഡായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം. പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെട്ട ആളുകൾ ഉപജീവന മാർഗം എന്നുള്ള നിലക്ക് അങ്ങാടിപ്പുറത്തെ കേന്ദ്രീകരിച്ചാണ് എല്ലാം ഉള്ളത്. ഉണ്ടായിരുന്നത് ഇപ്പോഴും അതെ. FCIയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വെയർ ഹൗസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഒക്കെ പോയുന്നത് അതിലൂടെയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉപകാരം ഈ നാടിന് കിട്ടും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുക. ടണലിലൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് യാത്രാ ദുരിതം, അത് അങ്ങാടിപ്പുറത്ത് ഞങ്ങൾക്ക് 8 കിലോമീറ്ററാണ് ഞങ്ങൾക്ക് പെരുന്തൽമണ്ണയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്. ഈ ഇപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. അങ്ങനെ അതുപോലെ തന്നെയാണ് വലമ്പൂരിൽ നിന്ന് ആ ഭാഗത്തു നിന്നൊക്കെയുള്ള വണ്ടികൾ മേൽപ്പാലത്തിൽ നിന്ന് കയറാതെ ഈ ഭാഗത്തേക്ക് തന്നെ നമുക്ക് പോകുമ്പോൾ ഒരുപാട് മേൽപ്പാലത്തിലെ റഷ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കാലങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് കൂടിയാണ് പരിഹാരമാകുന്നത്. ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.